ആസാമിലെ ഷിൽച്ചറിലെ അങ്ങാടി കേട്ടോ. പിന്നെ ഷിൽച്ചർ ടൗണാണ്. ഭയങ്കര തിരക്കാന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഇതൊക്കെ റിക്ഷാണ്. ഈ ഒരു വ്യൂ എങ്ങനെ ഉണ്ട് നോക്കിയേ. ഇപ്പോൾ സമയം 5:15 കേട്ടോ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് വെളിച്ചം വരാൻ തുടങ്ങി. ഞാനിങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണിക്കൊരു മെസ്സേജ് വന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ സൈക്കിൾ അവിടെ നിന്ന് ലോഡായിട്ടുണ്ട് പാർസൽ. നോക്കി, ഇതാണ് ആ ഒരു മെസ്സേജ് കണ്ടില്ലേ. ഇത് സംഗതി എന്താ പറയുക, നല്ല ഇഡ്ഡലിയും പിന്നെ സാമ്പാറും കേട്ടോ. ഇവിടുത്തെ CRPF സാർമാരെനിക്ക് തന്നാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞത് മണിപ്പൂരിലേക്ക് പോലെ ഡേഞ്ചറാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് നേരെ തിരിച്ച് ഗുവാഹട്ടി റൂട്ട് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും അവിടെ എത്താൻ പറ്റുമോ നോക്കട്ടെ. ഇതിലൂടെ പോകില്ല. 12 ആളുകൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കൊല്ലപ്പെട്ടാണ്. അവിടെ കച്ചറയും കർഫ്യൂ ഒക്കെ നടക്കുകയാണ്. ടിക്കി ഡോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസോറാമിലാണ്. ഇന്നലെ നമ്മൾ ഈ ഒരു മിസോറാമിലെ ഈ ഒരു വീട്ടിലായിരുന്നു താമസിച്ചത്. അപ്പോൾ സൈക്കിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഭക്ഷണം കഴിച്ച ഇവിടെ നിന്നാണ്. ഇത് പയ്യൻ്റെ ബുള്ളറ്റ് ഉണ്ടോ. ഈ ഒരു റൂമിലാണ് നിന്നത്. ഇവിടെ നല്ല വ്യൂ ഒക്കെ നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ആകാശമൊക്കെ ക്ലിയറായി. ഇനിയിപ്പോൾ ഇറങ്ങാം. 7 മണിയായി. ഞാൻ യാത്ര പറയാനില്ല. പയ്യൻ നല്ല ഉറക്കത്തിലാട്ടോ. അപ്പോൾ പയ്യനോട് ഞാൻ പറഞ്ഞു പോവാണെന്ന്. അപ്പോൾ ഇനി ഇവിടുന്ന് ട്രക്ക് കിട്ടൽ റിസ്ക്കാണ്. നോക്കട്ടെ, നമ്മൾ പോകുന്ന പയ്യനാണ്. ഇതൊക്കെയാണ് വലിയ വലിയ ലോറികളുണ്ട് കേട്ടോ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പോവാം. എന്തായാലും നോക്കട്ടെ. ഞാൻ ഇവിടുന്ന് പതുക്കെ ഇറങ്ങട്ടെ കേട്ടോ. സൈക്കിൾ സെറ്റാണ്. അപ്പോൾ പതുക്കെ വിടാം. അപ്പോൾ മിസോറാമിൽ എന്തായാലും കുറച്ച് നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടോ. അതൊക്കെ പന്നികൾ വളർത്തുന്നുണ്ടോ. ലോറികൾ പോകണമൊക്കെ താഴേക്ക് ഇറങ്ങണം. റോഡ് നോക്കേ, ഇതാണ് കേട്ടോ. നല്ല റോഡുകളാണ്. ഇതൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ കയറ്റിയതാണ്. ഇപ്പം മിസോറാമിൽ ഇതാ നമ്മളിങ്ങനെ പോയി ഇനി ആസാം എത്തണം. ഓക്കെ, റോഡ് വളരെ മോശം കേട്ടോ. കുണ്ടും കുഴിയും ഇതൊക്കെ. ഈ ഒരു കുണ്ടൊക്കെ നോക്കി, എത്ര വലിയ കുണ്ടാണ്. ഇതൊക്കെ ലോറിക്കാർ പോയി ഇങ്ങനെ ചാടി വരുന്ന കേട്ടോ. ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കി കൂടെ. ഇതൊക്കെ മെയിൻ അസുഖങ്ങൾക്ക് പോകുന്നതാണ് ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക്. ഇവിടെ കുറച്ച് തണലുണ്ട് കേട്ടോ. ഈ തണൽ പിടിച്ച് ഇങ്ങനെ സൈഡിൽ കൂടെ ഇറങ്ങട്ടെ. വെയിലടിച്ചു തുടങ്ങി. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറ്റങ്ങളാട്ടോ. അമ്മോ, ഇറങ്ങട്ടെ. ലോറി ഇതാ വരുന്നേ. സൈഡ് കൊടുക്കാം. ഇതൊക്കെ ബ്രേക്ക് ഞാൻ മുൻ ബ്രേക്കാണ് അത്യാവശ്യം ആ ഒരു ബലത്തിൽ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇത് സംഗതി എന്താ പറയുക, നല്ല ഇഡ്ഡലിയും പിന്നെ സാമ്പാറും കേട്ടോ. ഇവിടുത്തെ CRPF സാർമാരെനിക്ക് തന്നാണ്. പോകുന്ന വഴിക്കതാ സൈക്കിൾ ഇവിടെ വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ട്രക്ക് ഇവർ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇതൊക്കെ നമുക്ക് ഇന്നലെയും നമ്മൾ അവിടെ വരുന്ന സമയത്ത് അവിടുന്ന് CRPF സോൾഡിയേഴ്സ് നമുക്ക് ഭക്ഷണം തന്നിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നല്ല ചൂടുള്ള നല്ല അടിപൊളി ഗരം ഇഡ്ഡലി കേട്ടോ. നമുക്ക് തന്ന ഒരുപാട് സന്തോഷം. ഇത് കഴിച്ചിട്ട് കാണാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞാനത് എപ്പോഴും CRPFൻ്റെ ഇവിടെ തന്നെ ഉണ്ടോ. നോക്കേ, ഇത് മണിപ്പൂരത്തെ ആളുകളെ പോകണമൊക്കെ. ഇതുവരെ ചർച്ചിൽ നിന്ന് ഇവർ ഇതങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പാട്ടും പാടി പോവാട്ടോ. ഇതങ്ങനെ നമ്മളിവിടെ സൈക്കിൾ വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ അവിടുന്ന് ട്രക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സാറ് അതിൽ കയറ്റി വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലഗേജ് കഴിച്ച് വെച്ച് ഇനിയിപ്പോൾ ഈ ഒരു ലോറിയിലേക്ക് നമ്മൾ സൈക്കിൾ വെച്ചുകൊണ്ടോ. അല്ലേ, ഇത് ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ഒരു കാലിയായിട്ട് പോകുന്ന ഒരു ട്രക്കാണ്. താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. നിന്നെ ശുക്രിയ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ യാത്ര നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല സ്പീഡിൽ പറത്തി പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ചവിട്ടി വന്ന സ്ഥലങ്ങളായിരുന്നു. ഭയ്യ വണ്ടി എടുത്ത് ഇങ്ങനെ പറപ്പിച്ച് പോകട്ടോ. പിന്നെ ഇവിടെ നമ്മളെ വേറെ പയ്യുണ്ട്. പൈസ സവാരി വെച്ചാലോ. ഇവർ ശരിക്കും ഐസോൾ എന്നാട്ടോ വരുന്നത്. ഐസോൾ എന്ന് വെച്ചാൽ മിസോറാമിൻ്റെ തലസ്ഥാനമാണ്. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇന്നലെ നമ്മൾ പോകുമ്പോൾ കണ്ട ഏറ്റവും വലിയൊരു കുറച്ചൊരു ആക്റ്റീവായിട്ടുള്ള ടൗൺ കേട്ടോ. ഇത് അധികം ഇവിടെ മുസ്ലിംസ് തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. ഇതുണ്ടോ, ഇവിടെ പള്ളിയൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. നല്ല ആക്റ്റീവായിട്ടുള്ള ടൗണും ഉണ്ട്. ഇത് നോക്കി അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിങ്ങനെ നല്ല ടൗണ് കറക്റ്റ് ആവും കാണട്ടോ. ഇവിടെയൊക്കെ റോഡ് പണി നടക്കാട്ടോ. നോക്കി കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള ഏരിയ ആണ്. നല്ല ചാടിയിട്ടാണ് പോണേ. ഈ റോഡൊക്കെ അവർ വീതി കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കെ, ഇതിപ്പോൾ ഒരേ റോഡിലൂടെയാണ് അങ്ങോട്ടുള്ള വണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ ഈ ഒരു മെയിൻ റോഡ് വീതി കൂട്ടി നല്ല ക്ലിയറാക്കി അടിപൊളിയാക്കി ടാർ ചെയ്യാൻ നിൽക്കട്ടോ. മണ്ണിട്ട് ഇപ്പോൾ ഇങ്ങനെ സെറ്റാക്കാം. സൈക്കിള് നമ്മളിവിടുന്ന് അൺലോഡ് ആക്കട്ടോ. ഇവരെ സൈക്കിൾ അവിടെ കെട്ടിയിരുന്നു, അത് കെട്ടയക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇനി നേരെ ഷിൽച്ചറിലേക്ക് പോകണം. ഷിൽച്ചർ എത്തിയിട്ടില്ല.
നമ്മളിവിടെ നിന്നാണ് നേരിക്കും മിസോറാമിലേക്ക് പോയത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് ഇവർ ബൈപ്പാസ് പിടിച്ചിട്ട് ഇങ്ങനെ ഷില്ലോങ് പോയി പോവാണ്. ഇവരുടെ ലോറി നിർത്തിയതാട്ടോ. ഞാനിപ്പോൾ സൈക്കിളൊക്കെ അൺലോഡ് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ വെച്ചാണ് ലഗേജൊക്കെ കയറ്റിയിട്ട് നേരെ നമുക്ക് ഇവിടുന്ന് ജിരിബാം പോകണം. മണിപ്പൂരിൻ്റെ ബോർഡറിലേക്ക് ചവിട്ടിയിട്ടാണ് പോകണം. കുറച്ച് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഭക്ഷണം കേട്ടോ എനിക്ക് ആർമി തന്നാണ്. ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ തന്നെ കഴിച്ചിട്ട് പോകും. ഓക്കെ, താങ്ക് യു ഭയ്യ, ശുക്രിയ, ധന്യവാദ്. ഇവിടെ ഈ ലോറി ഉണ്ടോ, അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി. ഞാനിതാ ഇവിടെ സൈക്കിളിൽ ലഗേജൊക്കെ കയറ്റി. ഇനിയിപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. എനിക്ക് CRPFൻ്റെ ആർമി എനിക്ക് കുറച്ച് ചോറ് തന്നിരുന്നു. അപ്പോൾ തന്നെ കഴിക്കട്ടെ. കാരണം ഇനി എനിക്ക് 48 കിലോമീറ്റർ ഏകദേശം അതിൻ്റെ മുകളിലുണ്ട് മണിപ്പൂർ ബോർഡറിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാനിതാ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടോ. ഇത് മൂപ്പരുടെ കടയാണ്. ഹായ്, ഞാൻ അവൻ്റെ ഒരു ബൈക്കാണ്, ഹിമാലയം, പുതിയ ഒരു ഹിമാലയനാട്ടോ, 450 ആണ്. വെച്ചിട്ട് സിക്കിമൊക്കെ പോയിരുന്നു. ഓക്കെ, നൈസ് വീഡിയോ, ജാനാബി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ജിരിബാം ഈ രാസ്ത. ഇതേതാ സ്ഥലം എന്ന് മനസ്സിലായി. ഇതാണ് സൊനാപരിഘട്ട്. ഈ സൊനാപരിഘട്ടിൽ നിന്നാണ് നമുക്ക് മിസോറാമിലേക്കും പോകാം അങ്ങോട്ടേക്ക്. പിന്നെ ഈ റൂട്ട് പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മണിപ്പൂർ റോഡാണ്. എന്ന് വെച്ചാൽ മണിപ്പൂരിൻ്റെ ബോർഡറിലേക്ക് ഉണ്ടാവും. ഇതൊരു ഷോർട്ട് കട്ടാണ് ജിരിബാമിലേക്കുള്ള മണിപ്പൂർ ബോർഡർ. ഇതൊക്കെ ഇവിടെ നിന്ന് ഇനി റോഡ് ആരോടെ ഇങ്ങനെ ചോദിച്ചിട്ട് പോകണം. ഇനി സുനായി ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബസാർ കിട്ടും. നമ്മൾ ഈ ഷോർട്ട് കട്ട് പിടിച്ച് പോകണതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രാമപ്രദേശം കേട്ടോ, വില്ലേജാണ്. ചെറിയ റോഡാണ്, മെയിൻ റോഡൊന്നല്ല. അതാണ്ടോ ഇവിടുത്തെ ഓട്ടോറിക്ഷ അതേപോലെ ടാക്സി ഉപയോഗിക്കും. ഇതിൽ കയറിയിട്ട് ആളുകൾ പോലാണ്. ഇത് സുനായി ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണാണ്. ഇവിടുന്ന് പോയി ചോദിക്കണം കേട്ടോ. ഇവിടെ എന്താ കട്ടിട്ടിക്കണേ. ഇതൊക്കെ ഐ ലവ് സുനായി എന്ന് അവിടെ ഇരിക്കണുണ്ടോ. ഞാനങ്ങനെ സുനായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ ഷോർട്ട് എടുത്താണ്ട് ഇവിടുന്ന് ജിരിബാം പോകണ്ടോ, മണിപ്പൂർ ബോർഡറിലേക്ക് പോകുമ്പോൾ കണ്ട ആളുകളാട്ടോ. ഓക്കെ, നൈസ് വീഡിയോ. ഓക്കെ, നൈസ് വീഡിയോ. ഒരു പഴയ പാലം ഉണ്ടത്. ആ ഒരു പാലം ക്രോസ് ചെയ്യാൻ എന്താ മന്ദം പോകണേ. ഇതൊക്കെ കലങ്ങിയ വെള്ളം അടിയിൽ. അവിടെ റെയിൽവേൻ്റെ പാലം പോകുന്നുണ്ട്. അതിപ്പോൾ യൂസിങ് ആണെന്ന് അറിയില്ല, പഴകിക്കണ്. നേരെ പോകാം. ഓക്കെ, ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. താങ്ക് യു. ഞാനിതാ ഈ ഒരു ഷോപ്പിൽ കയറിയതാട്ടോ. ഇവിടുന്ന് ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങണം. പിന്നെ എന്തെങ്കിലും വാങ്ങിയിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങനെ പോകണ്ടോ. ഈ റോഡ് എങ്ങനെ ഉണ്ട്? ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ ഈ റോഡിലൂടെ റൈഡ് ചെയ്ത് പോകാൻ. എൻ്റെ ഈ ഒരു കയ്യിൽ ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് നിന്ന് അടിയിൽ വെള്ളമില്ല, കഴിഞ്ഞാണ്. ഇങ്ങനത്തെ പാലങ്ങൾ ഇവിടെ ഇഷ്ടം പോലെയാണ്. അതൊക്കെ മോട്ടർ വെച്ച് വെള്ളം അവർ പമ്പ് ചെയ്യണുണ്ടോ അങ്ങോട്ടേ കൃഷിയിലേക്കൊക്കെ. ഇതേതാ സ്ഥലം എന്നറിയാം. ഇത് സുനായി പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞത് മണിപ്പൂരിലേക്ക് പോലെ ഡേഞ്ചറാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് നേരെ തിരിച്ച് ഗുവാഹട്ടി റൂട്ട് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും അവിടെ എത്താൻ പറ്റുമോ നോക്കട്ടെ. ഇതിലൂടെ പോകില്ല. 12 ആളുകൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കൊല്ലപ്പെട്ടാണ്. അവിടെ കച്ചറയും കർഫ്യൂ ഒക്കെ നടക്കുകയാണ്. അതുകൊണ്ട് ഒരു വഴിയില്ല. ഇവർ പറഞ്ഞത് അതാട്ടോ. ഒരിക്കലും എന്നോട് എല്ലാവരും പറഞ്ഞു. ഞാൻ വേറെ വഴി എന്താ ഉണ്ടാകുന്ന കരുതിയിട്ട് ഇങ്ങനെ വന്നാണ് ഈ റൂട്ട് പിടിച്ചിട്ട്. ഞാനങ്ങനെ എന്താ സുനായിലേക്ക് തന്നെ തിരിച്ചു വന്നത്. നമ്മളിവിടുന്ന് പോയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ജിരിബാം ബോർഡറിലൂടെ എൻ്റർ ആവാൻ പറ്റില്ല, കർഫ്യൂ നടക്കുകയാണ്. മണിപ്പൂരിൽ ആകെ പൊട്ടിട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഗുവാഹട്ടിയിലേക്ക് ട്രെയിനിൽ പോകേണ്ടി വരും. ഞാൻ പോകുന്ന വഴിക്ക് പരിചയപ്പെട്ട 2 ആളുകളാട്ടോ. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഇവർ ശരിക്കും യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ എൻ്റെ വ്ളോഗ് എടുത്തോട്ടോ ഇവിടെ വണ്ടി നിർത്തിയിട്ട്. ഓക്കെ, നൈസ്, താങ്ക് യു സോ മച്ച്. ഞാനിതാ ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോട്ടെ. ഈ ഒരു പയ്യനോട് ചോദിച്ചു. താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോട്ടെ. ഈ ഒരു ബയ്യ എന്നോട് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണിപ്പൂരിൽ പ്രശ്നം നടക്കാണ്, പോകാൻ പറ്റില്ല. എല്ലാവർക്കും ഇത് തന്നെ പറയാനുള്ളൂ കേട്ടോ. ഇത് കണ്ടോ വലിയ അങ്ങാടി ഉണ്ടോ ഷിൽച്ചർ. ബൈക്കാരൻ പോയതാണ്ടോ. ഇന്ന് നോക്കുക ഒരാളെ ഗ്യാസും കൂട്ടി കൊണ്ടുപോകണം. ആസാമിലെ ഷിൽച്ചറിലെ അങ്ങാടി കേട്ടോ. പിന്നെ ഷിൽച്ചർ ടൗണാണ്. ഭയങ്കര തിരക്കാന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഇതൊക്കെ റിക്ഷയാണ്. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പല വഴിയുണ്ട്. ഞാൻ ആളുകളോട് ചോദിക്കുമ്പോൾ പലയിടത്തിനും പല ആളുകളും പല വഴി പറയണതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പിലിട്ട് പോകുന്നതായിരിക്കും കേട്ടോ നന്നാവുക. ഏതൊക്കെ സ്ഥലത്ത് കൂടെ കേട്ടോ ഇപ്പോൾ ഞാൻ പോകുന്നത്. ഞാനെന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ കറക്റ്റായി കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കച്ചവടക്കാരട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ അമ്പും കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ ഇരിക്കണ്ടേ കച്ചവടക്കാർ, വയ്യോര കച്ചവടക്കാരട്ടോ. ഈ സൈഡില്ല, ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് പച്ചക്കറികളും ഫ്രൂട്ട്സും പല പല ഐറ്റംസ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയതാ ഫൈനലി റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റർ ആവട്ടോ. ഇത് ഷിൽച്ചർ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ഒരു മുത്താണ് കേട്ടോ. ഞാനിവിടെ വന്ന സമയത്ത് ഇതാണ് പാർസൽ ഓഫീസ്. അപ്പോൾ നേരെ വന്ന് ഇവനെ പരിചയപ്പെട്ടു. ഇവനെ നേരെ തന്നെ പാർസൽ ഓഫീസിലേക്ക് കൊണ്ടുപോയി. സൈക്കിൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാണ്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, പിന്നെ പാർസൽ ചെയ്യേണ്ട ഒരു കോപ്പിൻ്റെ ഒരു ഫോം ഉണ്ട്. അത് ഇവിടെ നിന്ന് ജെറോക്സ് പോയിട്ട് വാങ്ങണം. ഓക്കെ, താങ്ക് യു ഭയ്യ. ധന്യവാദ് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. ഓക്കെ,
ഞാനിതാ റെയിൽവേൻ്റെ അടുത്തുള്ള ഒരു സെറോക്സ് ഷോപ്പിലേക്ക് വന്നതാണ്. ഇവിടുന്ന് നമുക്ക് പാർസൽ ചെയ്യാനുള്ള ഒരു ഫോം കിട്ടും. അത് ഇവിടുന്ന് ഞാൻ ഈ ഒരു ബയ്യനേക്ക് വാങ്ങുന്നുണ്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ സൈക്കിള് പാർസൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കേട്ടോ. ഇത് പാർസൽ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോമാണ്. ഇത് ഞാൻ ഫില്ല് ചെയ്തു. ഗുവാഹട്ടിയിലേക്കാണ് സൈക്കിള് സിൽച്ചറിന് കൊണ്ടുപോകുന്നത്. ഇത് ആധാർ കാർഡിൻ്റെ കോപ്പിയാണ്. ഞാൻ ലഞ്ച് കഴിക്കാൻ ഇരിക്കുക കേട്ടോ. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരുന്ന സമയത്ത് നമുക്ക് CRPFിലെ ആളുകൾ ഭക്ഷണം തന്നിരുന്നു. അപ്പോൾ സിൽച്ചറിലാണ്. ഇന്ന് സൈക്കിൾ നാളെ ഗുവാഹട്ടിയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടുന്ന് വേറെ ഒരു സ്റ്റേഷൻ, ലുംഡിങ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ, അവിടെ എത്തിയതിന് ശേഷം വീണ്ടും ഇന്ന് രാത്രി ഗുവാഹട്ടിയിലേക്ക് കയറേണ്ടി വരും കേട്ടോ. കണക്ഷൻ എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എൻ്റെ പ്ലാന് ചെറുതായിട്ടൊന്ന് മാറ്റി. ഇവിടുന്ന് ഇന്ന് രാത്രി 10 മണിക്കൊരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ 8 മണിക്ക് ഇവർ ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ടോ. വരി നന്നായിട്ട് നീണ്ടു വലുതായി. ഞാൻ ബാക്കിലാണ്. ഇതാണ് കേട്ടോ അവസ്ഥ. ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ട്രെയിന് ശരിക്കും 10 മണിക്ക് അടുക്കുള്ളൂ. പക്ഷേ ഈ കാണുന്ന ആളുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് കേട്ടോ. ഇപ്പം സമയം 11 മണി കേട്ടോ. ഇതാണ് ട്രെയിനിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഭയങ്കര തിരക്കാണ്. എത്തണം അവിടെ വരെ കംപ്ലീറ്റ് ആളുകളാട്ടോ. ജനറൽ ബോഗിയാണ്. ഇപ്പോൾ ബദർപൂറാണ്. നമ്മൾ ബദർപൂറൊക്കെ പോയില്ല. ആ ഒരു സ്റ്റേഷനിലാണ് ഇപ്പോൾ ആളുകൾ കയറുന്നത്. നിങ്ങൾ ആ ഒരു എൻഡിലേക്ക് നോക്ക്. ആളുകൾ എങ്ങനെ നിൽക്കണേ നോക്ക്. കംപ്ലീറ്റ് ആളുകളെ തലങ്ങനും വിലങ്ങനും കിടക്കണ്ടോ. ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് കേട്ടോ. ലുംഡിങ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്ടോ അവസ്ഥ. അങ്ങനെ ഫൈനലി നമ്മൾ ലുംഡിങ്ങിലെത്തി. ഇതാണ് സ്റ്റേഷൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ ലംഡിങ്ങിൽ നിന്ന് നേരെ ഗുവാഹട്ടിയിലേക്ക് ഇനി വേറെ ട്രെയിൻ എടുത്തിട്ട് പോകണ്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണ്. എൻ്റെ ലഗേജൊക്കെ ഇതാ അവിടെ ആ ഒരു കോർണറിൽ നിൽക്കുന്ന ആളുണ്ടോ, എടുത്ത് തന്നെ സഹായിച്ച്. മൂപ്പർക്കും ടിക്കറ്റ് എടുക്കണം. മൂപ്പർക്ക് ഇവിടെ അത്ര വലിയ പരിചയമൊന്നുമില്ല. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ലൈനൊക്കെ കേട്ടോ. ഇതാണ്ടോ ഞാൻ പറഞ്ഞ പുള്ളി. മൂപ്പര് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരേ സ്ഥലത്ത് തന്നെ സീറ്റും കിട്ടി. സീറ്റ് മീൻസ് ഇത് കംപ്ലീറ്റ് ഈ ഒരു ട്രെയിന് ജനറലാണോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷയമല്ല. സീറ്റ് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിതാ ഈ ഒരു ഷോപ്പിൽ നിന്ന് പൂരിയും പിന്നെ അതേപോലെ തന്നെ സബ്സിയും വാങ്ങാം കേട്ടോ. 30 രൂപേൻ്റെ പൂരി ഇതാണ്. അപ്പോൾ ഇത് വാങ്ങി ഞാനും ആശാനൊന്ന് വാങ്ങാം കേട്ടോ. ഇത് വാങ്ങിയിട്ട് ഇത് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കണം. എനിക്കങ്ങനെ ആദ്യമായിട്ട് ഇവിടെ സീറ്റ് കിട്ടിട്ടോ. ഇത് കംപ്ലീറ്റ് ജനറൽ കമ്പാർട്ട്മെൻറ്റുള്ള ഒരു ട്രെയിനാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഗുവാഹട്ടിയാണ് പോകുന്നത്. ഞാനിങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണിക്കൊരു മെസ്സേജ് വന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ സൈക്കിൾ അവിടെ നിന്ന് ലോഡായിട്ടുണ്ട് പാർസൽ. നോക്ക്, ഇതാണ് ആ ഒരു മെസ്സേജ് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഗുവാഹട്ടി സ്റ്റേഷനിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് കാഴ്ച പുറത്ത്. അതിങ്ങനെ പതുക്കെ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനങ്ങനെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. കണ്ടമാന ലഗേജ് കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഭക്ഷണത്തിൻ്റെ ഓരോ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഈ ഒരു ഷോപ്പിലേക്ക് കയറി. ഇനിയിപ്പോൾ ഞാൻ ചോറ് കഴിച്ചിട്ട് പതുക്കെ ഇവിടെ നിന്ന് പോകാൻ കേട്ടോ. ഈ ഒരു ലഗേജ് കംപ്ലീറ്റ് ഞാൻ കൊണ്ടുപോകണം. ചോറ് കഴിച്ചിട്ട് പതുക്കെ പോകാനാണ് ഞാൻ കരുതി. ഈ ഒരു സ്ഥലം കണ്ടോ, ഞാൻ ഭക്ഷണം കഴിച്ചിങ്ങനെ പുറത്തിറങ്ങിയതാണ്. എനിക്ക് അതിനും കൂടുതൽ പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം സൈക്കിൾ എടുക്കണ്ടേ. അപ്പോൾ ഇത് ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് ഇവിടെ നിന്നാണ് കിട്ടുക. ഇത് ഇവിടുത്തെ വിശ്രമ സ്ഥലമാട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. എൻ്റെ ലഗേജൊക്കെ ഇവിടെ വെച്ചാട്ടോ. ഞാനിതാ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ തന്നെ കേട്ടോ. ഇതൊക്കെ പ്ലാറ്റ്ഫോം 5-ലാണ്. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൈക്കിൾ കിട്ടണ്ടേ. ഭക്ഷണം കഴിച്ചു, 2 ബിസ്ക്കറ്റ് വാങ്ങി. ഇനിയിപ്പോൾ എൻ്റെ പ്ലാന് ഞാനിവിടെ സെറ്റാക്കി കൊണ്ടിരിക്കും കേട്ടോ. നാഗാലാൻഡ് പോകാൻ പറ്റുമോ? മണിപ്പൂർ എന്തായാലും സീനായി കിടക്കുകയാണ്. നാഗാലാൻഡിലേക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോകണം. ഇപ്പോൾ സമയം 7 മണിയായിട്ടോ. ഞാനിതാ പ്ലാറ്റ്ഫോം 1 തന്നെയാണ്. കാരണം ഇന്ന് കംപ്ലീറ്റ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ നിൽക്കേണ്ടി വരും കേട്ടോ. ഗുവാഹട്ടിയാണ്. കാരണം നമ്മൾ സൈക്കിൾ കയറ്റി വിട്ട ട്രെയിൻ ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാത്രി എത്തുള്ളൂ. രാത്രി എത്തിക്കഴിഞ്ഞാൽ പാർസൽ ഓഫീസ് ക്ലോസ് ആവും. ഞാൻ കഴിഞ്ഞ നേരത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ രാവിലെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ 4:45 തന്നെ ഇവിടെ പാർസൽ ഓഫീസിൽ വന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ 2 സ്ലിപ്പ് ഉണ്ട്. ഒന്ന് ആധാറിൻ്റെ കോപ്പി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷിൽച്ചറിന്ന്
നമ്മുടെ സൈക്കിൾ ലോഡ് ചെയ്ത് അയക്കുന്ന സമയത്ത് നമുക്കൊരു ഷീറ്റ് തന്നിരുന്നു, അതെൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മളെ ഫോണിലേക്കൊക്കെ മെസ്സേജ് വന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടും ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ സൈക്കിൾ ഇവിടെ നിന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ഉണ്ടായിട്ടോ. ഞാൻ എൻ്റെ സൈക്കിൾ ഇപ്പോൾ ഈ ഒരു പാർസൽ ഓഫീസിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കരുതിയത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി വന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവർ സോ ഹാപ്പി. ഇത് നോക്കിയേ, സൈക്കിള് ഇതാ എൻ്റെ കയ്യിൽ കിട്ടി, ലോഡൊക്കെ കയറ്റി സെറ്റാക്കി. അവിടെ ഫൈനും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നേരത്തെ തന്നെ വന്ന് ഞാൻ ഇത് അൺലോഡ് ചെയ്തു. കാരണം 24 hour ഇതുണ്ട്, അതുകൊണ്ട് കഴിച്ചില്ലായി. ഈ ഒരു വ്യൂ എങ്ങനെ ഉണ്ട് നോക്കിയേ. ഇപ്പോൾ സമയം 5:15 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് വെളിച്ചം വരാൻ തുടങ്ങി. റോഡ് പണി നടക്കുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാരങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണ് നമ്മളെ ഫ്രണ്ടല്ല കേട്ടോ. അപ്പോൾ അവനെ മീറ്റ് ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പ്ലാനിങ് അവിടെ നിന്നാണ് ചെയ്യേണ്ടത്. നോക്കിയാൽ അടിപൊളി റോഡ് കേട്ടോ, നല്ല തണുപ്പുണ്ട് കുറച്ച്. ഈ ഒരു പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസാമിലെ റിഫൈനറി സെൻറ്ററുകളാണ്. ഈ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ടല്ലേ, ഇതാണ് നാരങ്ങി എന്ന് പറഞ്ഞ സ്ഥലം. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊന്ന് വിളിച്ചു പോകട്ടെ കേട്ടോ. രാവിലെ 6 മണിയാണ്, ഉറങ്ങണമെന്ന് അറിയില്ല. ഞാൻ ഈ ലൊക്കേഷനിൽ എത്തിയിട്ട് അത്യാവശ്യം സമയമായിട്ടോ, കാരണം 1 മണിക്കൂറായി. 6 മണിക്ക് ഇവിടെ എത്തിയാണ്, ഇപ്പോൾ 7 മണിയായി. ഞാനിപ്പോൾ എൻ്റെ സൈക്കിൾ ഇതാ ആ ഒരു റിക്ഷ അല്ലേ, അവിടെ ഒരു റിക്ഷൻ്റെ സ്റ്റാൻഡ് ഉണ്ട്, അവിടെ വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കി. അഖിലെന്ന് പറയും, നിലമ്പൂരുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് അവൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല കേട്ടോ, എൻ്റെ ഡ്യൂട്ടി നൈറ്റിലായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാനെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഇവിടുന്ന് പൂരി ഉണ്ട്, പിന്നെ സബ്സി ഉണ്ട്. ഇങ്ങനെ നമ്മൾ അഖിൽ ബ്രോനെ കണ്ടു കേട്ടോ. ഇത് ഇവർ നിൽക്കുന്ന ഒരു കോട്ടേഴ്സാണ്, ഇതിൻ്റെ മുകളിലാണ് സൈക്കിൾ. ഇതാ ഞാൻ ഇവിടെ വെച്ച് കണ്ടോ, ഇതാണ് നമ്മളെ സൈക്കിള്. ഇതിൽ നിന്നിപ്പോൾ എനിക്കിനി ഇവിടുന്ന് ഫ്രഷ് ആവണം. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ സെറ്റാക്കട്ടെ, എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി നോക്കാം. ഞാനിതാ ഈ ഒരു വീട്ടിലായിരുന്നു ഇന്ന് സ്റ്റേ ചെയ്തത്. എൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നൊക്കെ സൈക്കിള് ഞാൻ ഇവിടെ അഖിൽ ബ്രോനെ ഏൽപ്പിച്ചു കേട്ടോ. അഖിൽ ബ്രോൻ്റെ വൈഫും ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ ക്യാമറയിൽ വരാൻ അവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് അവരെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് കുളിച്ച് ഫ്രഷായി ഇവിടുന്ന് നേരെ നാഗാലാൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ ട്രെയിനിൽ നമ്മൾ പോവാണ്. ബോർഡർക്ക് പോകും, പിന്നെ അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യും. 2 ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നീട് മടങ്ങി വന്ന് ഇവിടുന്ന് സൈക്കിള് ലോഡ് ചെയ്യണം ഓഫ് ടു കേരള. അതൊക്കെ തന്നെ പ്ലാന്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടിക്കറ്റ് ഓക്സിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡ് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടെ തൽക്കാലം ഗുഡ് ബൈ.